ഇന്ന് ഫിലിം മോർച്ചർ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയെ പറ്റി പലർക്കും അറിയാത്ത 5 കാര്യങ്ങളാണ്. ഡബിൾ റോളുകളുടെ റെക്കോർഡ്. പ്രേം നസീറിന് ശേഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ ഡബിൾ റോൾ അഭിനയിച്ച റെക്കോർഡ് നേട്ടം മമ്മൂക്കയുടെ പേരിലാണ്. 16-ലധികം പടത്തിൽ മമ്മൂക്ക ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ വോളിബോൾ പ്ലെയർ. മമ്മൂക്കയുടെ കടുത്ത ആരാധകർക്ക് പോലും അറിയാത്ത ഒരു സത്യമാണ് മമ്മൂക്ക ഒരു പ്രൊഫഷണൽ വോളിബോൾ പ്ലെയർ ആണെന്ന്. മാത്രമല്ല, കേരള വോളിബോൾ ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ് അദ്ദേഹം. എന്തുകൊണ്ട് 369 അഥവാ 369? നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മമ്മൂക്കയ്ക്ക് 369 എന്ന നമ്പറിനോടുള്ള താല്പര്യം. മമ്മൂക്കയുടെ എല്ലാ കാറുകളുടെയും നമ്പർ ഇതുതന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട്? പണ്ടെപ്പോഴോ മമ്മൂക്ക ഒരു ബ്രീഫ് കേസ് മേടിച്ചപ്പോൾ അതിൻ്റെ ലോക്കോഡായി കിട്ടിയത് 369 ആയിരുന്നു. ഈ നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ കൂടിയായപ്പോൾ മമ്മൂക്കയെ ഈ നമ്പർ വല്ലാതെ ആകർഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മമ്മൂട്ടിക്ക് വേണ്ടി മറ്റാരെങ്കിലും ഡബ് ചെയ്തിട്ടുണ്ടോ? ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ തീരെ വിട്ടുവീഴ്ച ചെയ്യാത്ത ആളായ മമ്മൂട്ടിക്ക് വേണ്ടി 2 തവണ ശ്രീനിവാസൻ ഡബ് ചെയ്തിട്ടുണ്ട്. 1980 ഇറങ്ങിയ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിലും 1982 ഇറങ്ങിയ ഇതച്ചതും കൊതിച്ചതും എന്ന സിനിമയിലുമാണ് ശ്രീനിവാസൻ ഡബ് ചെയ്തത്. സജിൻ എങ്ങനെ മമ്മൂട്ടിയായി? മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പനിപ്പറമ്പിൽ എന്ന നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ആദ്യ സ്ക്രീൻ നെയിം സജിൻ എന്നായിരുന്നു. 1981 റിലീസ് ചെയ്ത സ്ഫോടനം എന്ന ചിത്രത്തിലാണ് സജിൻ എന്ന പേര് ഉപയോഗിച്ചത്.